ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. ഇത് റെഡിയാക്കാനായിട്ട് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ടാണ്. ഇതിപ്പോൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷുഗറൊക്കെ മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ നമ്മുടെ ഷുഗറൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഈ ഒരു കളറ് പോരാ, നമുക്ക് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളറാണ് വേണ്ടത്. ഇനി ഒരു 30 സെക്കൻഡ് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലെ പതഞ്ഞ് വരും. ഈ ഒരു പാകമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിനി ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് ഗ്രാമ്പുവാണ്. ഞാനിവിടെ 7 ഗ്രാമ്പുവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ ഇടികളുണ്ടാവില്ലേ, അതിൽ വെച്ചിട്ടിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഗ്രാമ്പൂ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ പഞ്ചസാരയൊക്കെ പൊടിച്ചെടുക്കില്ലേ, അതിൻ്റെ കൂടെ ഈ ഗ്രാമ്പൂ ഇട്ടിട്ട് പൊടിച്ചെടുത്താലും മതി. നമുക്കിത് ഫൈൻ പൗഡറായിട്ടല്ല, ചെറിയ ചെറിയ തരിയായിട്ടാണ് കേട്ടോ കിട്ടുക. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേറൊരു പാൻ എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് ക്യാരറ്റ് കേക്കാണ് കേട്ടോ. സാധാരണ ചെയ്യുന്ന പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഈ കേക്ക് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഷുഗറൊക്കെ ഇതുപോലെ പതിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഗ്രാമ്പൂ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് 2 നുള്ളു കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഡ്രൈ ആയി കിട്ടും. 2 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിത് ഡ്രൈ ആയിട്ട് കിട്ടും. ഇതിവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതും ഇനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ക്യാരറ്റൊക്കെ ഇപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പ്രാവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർക്കാം. നമ്മളിങ്ങനെ മൈദ ചേർത്തിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ കേക്ക് റെഡിയായി വരുമ്പം ഈ ക്യാരറ്റൊക്കെ കേക്കിൻ്റെ അടിയിലായിട്ട് പോയി കിടക്കാതിരിക്കാനായിട്ടാണ്. നമ്മളിങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ എല്ലാ ഭാഗത്തുമായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ഉണ്ടാവുക. നമുക്ക് ഈ ക്യാരറ്റിൻ്റെ കൂടെ തന്നെ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഈന്തപ്പഴവും ക്യാരറ്റും കൂടെ ചേർക്കുവാണെങ്കിൽ ഡേറ്റ്സ് ക്യാരറ്റ് കേക്കായിട്ടും നമുക്കിത് കഴിക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് അമൃതം പൊടിയും 1/2 കപ്പ് മൈദയും കൂടെ ചേർക്കാം. നമുക്ക് വേണമെങ്കിൽ അമൃതം പൊടി മാത്രം ചേർത്തിട്ടും ഇതുപോലെ കേക്ക് തയ്യാറാക്കാം കേട്ടോ. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിലും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് മൈദയും കൂടെ ചേർത്തിട്ട് ചെയ്യുമ്പോഴാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/8 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ 4 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം. ഇനി ഇതും നമുക്കിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു കേക്ക് റെഡിയാക്കാനായിട്ട് മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്താൽ മതി. എല്ലാ അളവുകളും ആ ഗ്ലാസ്സിൽ തന്നെ എടുക്കണമെന്ന് മാത്രം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ആദ്യമേ ഗ്രാമ്പൂ പൊടിച്ചെടുത്തില്ലേ, അങ്ങനെ ചെയ്യുന്നതിന് പകരം മിക്സിയിലിട്ട് ഈ സമയം പൊടിച്ചെടുത്താലും മതി കേട്ടോ. പഞ്ചസാരയൊക്കെ ഇവിടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതും കൂടെ ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊടികളില്ലേ, അത് കുറേശ്ശെ ചേർക്കാം. ഞാൻ 4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടെടുക്കുന്നത്. മെല്ലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ല ഫോഴ്സിൽ മിക്സ് ചെയ്തിട്ടെടുക്കരുത് കേട്ടോ. ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മൈദയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റില്ലേ, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നല്ല പോലെ ഇതൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. മെല്ലെ മെല്ലെ വേണം കേട്ടോ ചെയ്യാനായിട്ട്, നല്ല ഫോഴ്സിൽ മിക്സ് ചെയ്തിട്ട് എടുക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഷുഗർ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിപ്പോൾ നല്ല പോലെ തണുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് 1/4 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗ്രാമ്പൂ പൊടിയില്ലേ, അതുകൂടെ ചേർക്കാം. മുഴുവനും ആ ഒരു പൊടിച്ച് വെച്ച ഗ്രാമ്പൂ നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ, ഈ ഒരളവിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ പഞ്ചസാരയുടെ കൂടെ ഇട്ടിട്ടാണ് പൊടിക്കുന്നതെങ്കിൽ 6 ഗ്രാമ്പൂ ആണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് മെൽറ്റാക്കിയിട്ടുള്ള ബട്ടറും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്ക് ബാറ്റർ ഇരിക്കുക, ഒരുപാട് ലൂസായിട്ടല്ല. ഇനി കേക്ക് റെഡിയാക്കാനായിട്ടുള്ള കേക്ക് ടിൻ എടുക്കാം. ഇനിയിപ്പോൾ ബട്ടർ പേപ്പറൊക്കെ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഓയിൽ തടവി കൊടുത്ത ശേഷം കുറച്ച് മൈദ ഇട്ടിട്ട് ആ ഒരു പൊടി അങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ ഒരു സ്ക്യൂറോ ടൂത്ത് പിക്കോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കാം. കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂസും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രം നമുക്കെടുക്കാം. ഞാനിതിനുള്ളിലായിട്ട് ഒരു റിങ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് നേരം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ പാത്രത്തിൻ്റെ അടപ്പിലായിട്ട് ഇതാ ഒരു ഹോൾ കണ്ടില്ലേ, ഇത് ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ച് കൊടുക്കുന്നുകൂടെയുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ കേക്ക് ബേക്ക് ആവാനായിട്ട് വെച്ചിട്ട് 45 മിനിറ്റായി. ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഒരു ഈർക്കിലോ സ്ക്യൂറോ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കുത്തി നോക്കിയാൽ മതി. കണ്ടോ, ഇത് ക്ലിയറായി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എനിക്കിത് ബേക്കായി കിട്ടാനായിട്ട് 45 മിനിറ്റാണ് കേട്ടോ സമയമെടുത്തത്. ഓരോ അടുപ്പനുസരിച്ച് ഈ ഒരു സമയത്തിൽ വ്യത്യാസം വരാം. നമ്മുടെ കേക്ക് തണുത്ത ശേഷം നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്ന് എടുത്തു മാറ്റാം. നമ്മളിങ്ങനെ ഈ ഒരു ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് എടുത്തു മാറ്റാനായിട്ട് പറ്റും. ഈ കേക്ക് ഇന്ന് കഴിക്കുന്നതിലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക 1-2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ. അമൃതം പൊടിയുടെ ഒരു ടേസ്റ്റും തന്നെ നമ്മുടെ ഈ ഒരു കേക്കിന് ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു കേക്കിന് ഉണ്ടാവുക. നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക്